ഓ, ഈ പേന എടുക്കാൻ വേണ്ടി എത്ര കുനിയണം. ഓ, ഈ വയറ് കാരണം. അവൾ ഇത്ര നേരമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. എവിടെ പോയോ ആവോ. നാളെ തൊട്ട് 2 മാറ്റി ഒരു 5 പ്ലേറ്റ് ചിക്കൻ ബിരിയാണി കഴിക്കണം. ഇവിടെ എഴുതാം. നീ വന്നാ എന്തത്രയും വൈകിയത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും കേട്ടാ. ഇട്ടിട്ട് പോവാൻ തന്നെ ഞാനും വന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എന്തിന്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. എടാ, നിന്റെ വയറ് കുറയ്ക്കാൻ വേണ്ടി എത്ര നാളെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. എടി പെണ്ണെ, ഇതിന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ വയറാക്കും. നേരെ നിൽക്കാൻ പോലും ശേഷിയില്ല, എന്നിട്ടാ പാരമ്പര്യമായിട്ടുള്ള വയറ്. നിനക്ക് ഈ വയറ് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? എടി പെണ്ണെ, ഇത് വയറാണ്, അല്ലാണ്ട് ബലൂണല്ല കാറ്റൂരി വിടാൻ. ശരി, എന്നാ ഡയറ്റ്. ഡയറ്റൊന്നും ചെയ്യില്ല, ഡയറ്റൊന്നും ചെയ്യാൻ പറ്റൂല എനിക്ക്. ഞാൻ 1 മാസം സമയം തരും, അതിനുള്ളിൽ ഈ വയറ് കുറച്ചില്ല ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും. മനസ്സിലായോ? അവൻ്റെ വയറെ ഫുട്ബോൾ നടക്കുന്നുണ്ട്. എടാ, നീ എന്തിനാണ് ഈ പട്ടി മോങ്ങണ പോലെ മോങ്ങണത്? എടാ, അവള് പറയാ വയറ് കുറച്ചില്ലെങ്കിൽ എൻ്റെ അവൾ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ അവൾക്കും ബുദ്ധിയുണ്ട്. നീ ഇപ്പം ഈ വയറ് കുറച്ചിരുന്നെങ്കിൽ അവളിപ്പം നിന്നെ ഇട്ടിട്ട് പോവോ? പോടാ പട്ടി, വയറ് കുറയ്ക്കണമെങ്കിൽ ആദ്യം ഭക്ഷണം കുറയ്ക്കണോടാ. അപ്പൊ ഭക്ഷണം കുറയ്ക്കി. പോടാ അവിടെ നിന്നിട്ട്. ഭക്ഷണമൊന്നും എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇത് വെറും ജന്മമൊന്നും അല്ലല്ലോ. വേറെന്തെങ്കിലും വഴിയിടയ്ക്ക് പറഞ്ഞു കാണാ. നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ എണിച്ച് ഓട്. ഓടിയാ വയറ് കുറയോ? പിന്നെ ഓടിയിട്ട് എത്ര പേരിൻ്റെ വയറ് കുറഞ്ഞിരിക്കുന്നു? നീ രാവിലെ എത്ര മണിക്ക് എണിക്കുക? ഞാൻ രാവിലെ 11:30 എണിക്കും. അത് നിൻ്റെ രാവിലെ. ഞങ്ങൾ മനുഷ്യന്മാരുടെയൊക്കെ രാവിലെ കുറച്ച് വെറൈറ്റിയാണ്. രാവിലെ 5 മണിക്ക് എണീക്കണം. പറ്റുമോ? ഞാൻ 5 മണിക്കൊക്കെ എണീക്കാറുണ്ട്. എന്തിന്? മൂത്രം ഒഴിക്കാൻ. ഇവൻ എന്നെ കൊലയാളയാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ. എടാ, ഇതൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും രാവിലെ എണീക്കാൻ പറ്റത്തില്ല. വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ പറ. വേറെ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മാസ്റ്റർ താമസിക്കുന്നുണ്ട്. അയാൾ എല്ലാവരെയും ട്രെയിൻ ചെയ്ത് വയറൊക്കെ കുറയ്ക്കുന്ന ഒരാളാണ്. അതാരാ? പേര് രാജപ്പൻ. ആള് കുറച്ച് വയസ്സാ, പക്ഷെ ആൾ കാണുന്ന പോലെയല്ല, പുലിയ. സത്യം കിട്ടും? എന്നാൽ അയാൾ വിളിക്കുകയൊക്കെ ചെയ്യുക, പക്ഷെ പൈസ കുറച്ച് കൂടുതലാവും. പൈസയൊക്കെ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നാളെ അയാൾ നിൻ്റെ വീട്ടിൽ ട്രെയിൻ ചെയ്യാൻ വരും. നാളെ അയാളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാം, ഞാനും കൂടെ വരാം. പിന്നെ റെഡി ആയിരുന്നോളാം. ഇനി പട്ടിനെ പോലെ മോയിക്കൊണ്ടിരിക്കാണ്ട് വീട്ടിൽ പോടാ. നാളെ കാണാം. ശരി. ഇയാളെന്തിനാ ഇങ്ങനെ നോക്കണത്? ഇതാണോ നീ പറഞ്ഞ മാസ്റ്റർ? ഇയാൾക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായം വരുമല്ലോ. മിണ്ടാരടാ, ആൾ പറയണ പോലെയൊക്കെ ചെയ്തോളണം, മനസ്സിലായോ? അല്ലെങ്കിൽ കൂമിനിട്ട് ഇടിയിട്ടു. എന്താ പേര്? അപ്പു. എന്നാ അപ്പം ഇങ്ങോട്ട് വരൂ. സോറി, അപ്പു ഇങ്ങോട്ട് വരൂ. ഇന്ന് ഫ്രഞ്ച് കിസ് അടിക്കാനാ വന്നു. ചെക്കൻ വട്ടനല്ലേ. 1 മാസത്തിനകം നിന്നെ ഞാൻ ചുള്ളനാക്കി തരും. അത് അടിപൊളി. രാവിലെ എന്താ കഴിക്കുന്നത് മോൻ? ഞാൻ രാവിലെ ഒരു 10 പൊറോട്ട കഴിക്കും. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഒരു 10 ബർഗർ കഴിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു പെപ്സിയും പിന്നെ 7-അപ്പും മിക്സ് ചെയ്തിട്ട് കുടിക്കും. നല്ല രസമാണ്. ഓ മൈ ഗോഡ്, ഇതാണോ ബ്രേക്ക്ഫാസ്റ്റ്? ഇത് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓ, എന്തുവാണ് ഇത്? ആർക്കറിയാം. ഉച്ചയ്ക്ക് എന്ത് കഴിക്കും മോൻ? ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അതൊരു 5 പ്ലേറ്റ് കഴിക്കും. പിന്നെ ഊണ് വെച്ച് കഴിഞ്ഞാൽ അതൊരു 6 പ്ലേറ്റ് കഴിക്കും. ഓ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? വയറിലോട്ട്, അല്ലാണ്ട് തൻ്റെ അണ്ണാക്കിൽ വരുമോ? പിന്നെ ദേഷ്യം വരില്ലേ? പിന്നെ രാത്രി അൽഫാം കഴിക്കും, അല്ലെങ്കിൽ ഷവർമ കഴിക്കും. ഇത്രയേ ഉള്ളൂ.
ഓ ഇത് തന്നെ ധാരാളം. ഞാൻ പറയുന്നത് കേൾക്ക്. രാവിലെ പൊറോട്ടയാണെങ്കിൽ പൊറോട്ട 2 എണ്ണം കഴിച്ചാൽ മതി. അത് നിൻ്റെ അച്ഛനും കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആണെങ്കിലും ഊണാണെങ്കിലും ഒരു പ്ലേറ്റിൽ ഹാഫ്, അത്ര മതി. ഹാഫ് അടിക്കുന്നൊന്ന് വേറെ വലുതോ. രാത്രി ഷവർമ കിവർമയൊന്നും കഴിക്കാൻ നിൽക്കരുത്. വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിപ്പിക്കുക, അതൊരു 4 എണ്ണം കഴിക്കുക. ബാക്കി ഇവൻ്റെ വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ? ഈ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ നിൻ്റെ ഈ തടി കുറയും, മനസ്സിലായേ? എൻ്റെ ഭക്ഷണം കുറയ്ക്കാൻ താൻ ആരോടോ? താൻ വയറ് കുറയ്ക്കാൻ വന്നാൽ അത് കുറച്ചിട്ട് പോയാൽ മതി, അല്ലാണ്ട് എൻ്റെ ഭക്ഷണത്തിൽ ഉണ്ടാക്കല്ലേ. എടാ പിടിച്ചു മാറ്റടാ. എടാ വിടറാ, മനസ്സിലായടാ? ഇവിടെ എന്തപ്പം ഉണ്ടായത്? യുദ്ധമാ? ഡാ ഗുരുജി അധികം പറ്റിയ? ഭക്ഷണമൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. മാസ്റ്റർ എനിക്ക് ഭക്ഷണം എന്തായാലും കുറയ്ക്കാൻ പറ്റത്തില്ല. ഓഹോ, എന്നാൽ താൻ രാവിലെ എണീച്ച് 4 കിലോമീറ്റർ ഓട്. പറ്റത്തില്ല, ഇതൊന്നും പറ്റത്തേ ഇല്ല. ഇതൊന്നും പറ്റില്ലെങ്കിൽ നിന്റെ വയർ കുറയില്ല. ഇയാൾക്ക് എന്താ പ്രാന്തുണ്ടാ? വല്ല മരുന്നുണ്ടാക്കി താടോ വീട്ടുകളവാ, അത് കുടിച്ചിട്ട് കുറയ്ക്കാൻ പറ്റിയ കുറച്ചാൽ മതി. മരുന്ന് ഇല്ലേ? ഈ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആസിഡ് ഒഴിക്കില്ലേ, അതെടുത്ത് കൂടി വയർ നന്നായി കരിഞ്ഞോളും. അത് നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയിക്കൂടെ? ടമ്മുണ്ടായി അല്ലെങ്കിൽ ഇടിയേരി ഞാൻ. പിന്നെ ദേഷ്യം വരൂലേ? എൻ്റെ പൊള്ളയ്ക്ക് പിടിച്ചതും പോരാണ്ട് എൻ്റെ വീട്ടുകാരനെ പറയണ. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോണു. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോണോ? എടാ അയ്യോ മാസ്റ്റർ പോവല്ലേ പ്ലീസ്. ഇവന് ജന്മനാ ബുദ്ധിയില്ലാത്തവനാ, ഇവൻ കഴുതിയാ. പ്ലീസ് പോവല്ലേ. ഇല്ലില്ലില്ല പറ്റത്തില്ല, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല. എനിക്ക് അപമാനം കൊണ്ടു. ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കത്തില്ല, ഞാൻ ഇപ്പം ഇവിടുന്ന് പോവും. അയ്യോ മാസ്റ്റർ ഇങ്ങനെയൊന്നും പറയല്ലേ. നിന്നെ ഞാൻ ചവിട്ടി വെളിയിലിടുവാ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. വീണ്ടും കിടത്ത അപമാനം. എടാ നീയാണിതിന് എല്ലാത്തിനും കാരണം. നീ വീട്ടിൽ കൊണ്ടുവന്നില്ലേ, നിന്നെനിക്ക് ഞാൻ പണി തരുവാടാ. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നിന്റെ മുട്ടുകാലിൽ ഞാൻ തല്ലി ഓടിക്കും. ഞാനെന്ത് ചെയ്ത് എൻ്റെ മുട്ടുകാല്? അയ്യോ കാണിച്ചു തരാടാ ഞാൻ. പിന്നെ നിനക്കൊന്നും ഒരു കാലത്തും വയറ് കുറയില്ലടാ. പെരുമ്പാമ്പ് വയറനാടാ നീ പട്ടി. കാണിച്ചു തരാടാ ഞാൻ നിനക്ക്. പന്നക്കളവാ ഡാ കാട്ടുമാക്കാൻ തെണ്ടി, നീ കാരണം ഇപ്പം എൻ്റെ മുട്ടുകാല് പോടാ പട്ടി. പിന്നല്ല, വയറ് കുറയ്ക്കാൻ വന്നാൽ വയറ് കുറയ്ക്കണം, അല്ലാണ്ട് എനിക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, മനസ്സിലായ? എനിക്കൊന്നും ഒരു കാലത്തും വയറ് കുറയില്ലടാ പട്ടി. എൻ്റെ മുട്ടുകാല്, ഞാൻ പോണു. ഡാ നീയും കൂടി പോവലടാ, ഞാൻ ഒറ്റപ്പെടും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓനെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോ. ദാ വരുന്നു. ബൈ.